ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ സെക്കൻഡ് പാർട്ടാണ് സിലബസിൻ്റെ ഇത്. കമ്പ്യൂട്ടർ സയൻസിന് നിങ്ങൾക്ക് ഏറെക്കുറെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബിക്കോസ് അതിനകത്ത് കറണ്ട് അഫേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലെ മാർക്സ് ഫുൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഹാർഡ്വെയർ ആണ്, ദെൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ഹാർഡ്വെയറിനകത്ത് മെയിൻ ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, അതിൻ്റെ എക്സാമ്പിൾസ്, യൂസേജ്. പിന്നെ ദെൻ മെമ്മറി ഡിവൈസസ് ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. വാട്ട് ആർ ദ എക്സാമ്പിൾസ്, ഫീച്ചേഴ്സ്, വാട്ട് ഈസ് ക്യാഷ് മെമ്മറി, അല്ലെങ്കിൽ മെമ്മറി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഉണ്ടല്ലോ. CD ഉണ്ട്, ഇനീഷ്യലി നമ്മൾ യൂസ് ചെയ്തിരുന്ന ഫ്ലോപ്പി ഡിസ്ക്കാണ് അല്ലേ. അതിനുശേഷം അത് DVD ആയി, ഇപ്പം നമുക്ക് പെൻ ഡ്രൈവ് ഉണ്ട്, ഈവൻ അതിലും ഹാർഡ് ഡിസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ് ടു ബി കൺസിഡർ ദെയർ. ദെൻ സോഫ്റ്റ്വെയർ വരുമ്പോഴും വാട്ട് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ്. ഇതൊക്കെ ഒരു 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഒക്കെ ചിലപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വെരി ഈസിയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, മാക്കിൻ്റെ എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റമാണ്. അതേസമയം മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടേഴ്സിൽ വരുമ്പോഴത്തേനും വിൻഡോസ് ആണ് അല്ലേ. അതുപോലെ ഫോണിൽ വരുമ്പോഴാണെങ്കിലും നമുക്ക് നോർമൽ ആൻഡ്രോയിഡ് ഉണ്ട്, മറ്റേതിനകത്ത് iOS ആണ് അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് എന്തൊക്കെയാണ്, വേൾഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ്സ്, എക്സൽ ഫയൽസ് ഒക്കെ ഇല്ലേ. പിന്നെ ഡേറ്റാബേസ് പാക്കേജസ് ഉണ്ട്. ദെൻ പ്രസൻറ്റേഷൻ അല്ല, PPTs, ഇമേജ് എഡിറ്റേഴ്സ് ഉണ്ട് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ഉണ്ട്, ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ക്യാൻ ബി കൺസിഡർ. ദെൻ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അല്ലേ. ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ. ലാംഗ്വേജസ് അവിടെ കൺസിഡർ ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് മാത്രം അവിടെ പഠിച്ചാൽ മതി. ലാംഗ്വേജസിലേക്കൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട, ജസ്റ്റ് ബേസിക്സ് മാത്രം. ദെൻ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, LAN, WAN, MAN. പിന്നെ നെറ്റ്വർക്ക് ഡിവൈസസ് വരുന്നുണ്ട്. ഇപ്പോൾ ഹബ്ബ്, വാട്ട് ഇസ് എ റൂട്ടർ, വാട്ട് ഇസ് എ ബ്രിഡ്ജ്, വാട്ട് ഇസ് എ ഗേറ്റ് വേ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ഇൻ്റർനെറ്റിൻ്റെ ഉണ്ട്. ഫസ്റ്റ് ഇൻ്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്ത് എന്നാണ്, അല്ലെ ഫസ്റ്റ് നമുക്കതുപോലെ ഫസ്റ്റ് ബ്രൗസർ എന്താണ്, മൗസ് കണ്ടുപിടിച്ചതാരാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു മെയിനായിട്ടുള്ള ഇൻവെൻഷൻസിനെ പറ്റി ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ്. അതിനകത്ത് കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഈസി വേയിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ട്രിക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സർവീസസ്, ഇമെയിൽ, സെർച്ച് എൻജിൻസ്, ഫസ്റ്റ് സെർച്ച് എൻജിൻ ഏതാണ്, അതുപോലെ സോഷ്യൽ മീഡിയ എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ് ഉണ്ട്. വെബ് ഡിസൈനിങ് വരുന്നുണ്ട്, ബ്രൗസേഴ്സ്, HTML. പിന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, അതിൽ വരുന്നതാണ് ടൈപ്പ് ഓഫ് ക്രൈംസും IT ആക്ട് ആൻഡ് അതർ ലോസും. അവയർനെസ് ലെവൽ മാത്രം മതി നമുക്ക്. പിന്നെ കമ്പ്യൂട്ടർ സയൻസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും കൺസിഡർ ചെയ്യണം. ഇനിയുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് S&T, നാഷണൽ പോളിസി ഓൺ S&T എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി തന്നെയാണ്, ആൻഡ് ഇന്നോവേഷൻസ്. പിന്നെ എവരിഡേ സയൻസിൻ്റെ ബേസിക്സ്. പിന്നെ ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിനെ പറ്റി, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ബാലൻസ്ഡ് ഡയറ്റൊക്കെ വരുന്നത്. പിന്നെ വൈറ്റമിൻ A, B, C, D, E, N, K, അതിൻ്റെ ഏതൊക്കെ ഫുഡ്സ് കഴിച്ചാലേ കിട്ടുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡെഫിഷ്യൻസി ഡിസീസസ് ഒക്കെ പഠിക്കണം. ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് ക്വാഷിയോർക്കർ ആൻഡ് മെറാസ്മസ്. വൈറ്റമിൻ സിയുടെ ഇതുകൊണ്ട് വരുന്നതാണ് സ്കർവി. വൈറ്റമിൻ എയുടെ നൈറ്റ് ബ്ലൈൻഡ്നസ് ഓർ സിറോഫ്താൽമിയ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഹെൽത്ത് കെയർ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇൻ്റഗ്രേഷൻ ഓഫ് S&T ആൻഡ് ഇന്നോവേഷൻ. അവരുടെ ആക്ടിവിറ്റീസ്, കോൺട്രിബ്യൂഷൻസ്, ഇന്ത്യൻ സയൻറ്റിസ്റ്റിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കറിയാമല്ലോ ഗ്രീൻ റെവല്യൂഷനൊക്കെ, സ്വാമിനാഥൻ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം, പഠിക്കണം. പിന്നെ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ISRO, അതിൻ്റെ വർഷം, അതിൻ്റെ ആദ്യത്തെ സാരഥികൾ. പിന്നെ ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. പിന്നെ വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ് അല്ലേ. നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യത്തെ തൊട്ട് പിന്നെ ചാന്ദ്രയാൻ പറയാനുണ്ട്, പിന്നെ മാസിൻ്റെ മംഗൾയാൻ പറയാനുണ്ട്, DRDO ഡിവിഷനെ പറ്റി, മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഓരോരുത്തർ, ഇപ്പോൾ ടെസി തോമസിൻ്റെ ഒക്കെ കാര്യമുണ്ടല്ലോ, മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. പിന്നെ എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി, ഇന്ത്യസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ്സ് ആൻഡ് ഡെഫിസിറ്റ്, ഇന്ത്യ ആരെയൊക്കെയാണ് ആശ്രയിക്കുന്നത്, ഇന്ത്യസ് എനർജി റിസോഴ്സസ് ആൻഡ് ഡിപ്പെൻഡൻസ്. പിന്നെ നമ്മൾ റീസെൻ്റ്ലി ലിത്യം കണ്ടുപിടിച്ചതൊക്കെ ഇല്ലേ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. റീന്യൂവബിൾ ആൻഡ് നോൺ റീന്യൂവബിൾ എനർജി റിസോഴ്സസ്. ഇപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഏത് കൺട്രിയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എനർജി പോളിസി ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, എനർജി സെക്യൂരിറ്റി ആൻഡ് ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ. ഇന്ത്യക്കൊരു ഇന്ത്യയുടേതായിട്ടുള്ള പോളിസീസൊക്കെ ഉണ്ട്. സോ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിക്കണം.
ദെൻ എൻവിറോൺമെൻറ്റൽ സയൻസ് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് റിലേറ്റഡ് ടു എൻവിറോൺമെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ഡിഫോറസ്റ്റേഷൻ വരുന്നുണ്ട്. പിന്നെ ഈവൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരുപാട് പൊല്യൂഷൻ കൂടുന്നു, അതുപോലെ ഒരുപാട് വെഹിക്കിൾസ് ഓടിക്കുന്നത് കൊണ്ടുള്ള അന്തരീക്ഷ മലിനീകരണം വരുന്നുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ബയോഡൈവേഴ്സിറ്റി, ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് കൺസേൺസ്. പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസ്, പിന്നെ ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ്, പോളിസീസ്, പ്രോട്ടോകോൾസ് ഓഫ് ഇന്ത്യൻ കമ്മിറ്റ്മെൻറ്റ്, വെസ്റ്റേൺ ഗട്ട്സ് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇഷ്യൂസ്. അല്ലേ, നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ഇപ്പം വെസ്റ്റേൺ ഗട്ട്സിൻ്റെ കാര്യമാണെങ്കിലും സഹ്യാദ്രി, അല്ലെങ്കിൽ സിംഹവാലൻ കുരങ്ങൻ്റെ ആവാസ വ്യവസ്ഥയുണ്ട്, അതുപോലെ സൈലൻറ്റ് വാലി ഓഫ് ഇന്ത്യ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ദെൻ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ, എൻവിറോൺമെൻറ്റൽ ഹസാർഡ്സ്, പൊല്യൂഷൻ, കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് ടച്ച് ചെയ്തതാണ്, പക്ഷേ ഇതിവിടെ അതുണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റ്സ് ഇൻ ബയോടെക്നോളജി ആൻഡ് ഗ്രീൻ ടെക്നോളജി ആൻഡ് നാനോ ടെക്നോളജി. ഒക്കെ റീസെൻ്റായിട്ട് ഡെവലപ്പായി വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ കറണ്ട് അഫേഴ്സ്, അതിനെ പറ്റിയുള്ള. പിന്നെ മാത്സ്, ഇതിനകത്ത് കറണ്ട് അഫേഴ്സ് ഇല്ല. ബേസിക് മാത്സ്, മെൻ്റൽ എബിലിറ്റി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം നമുക്ക് മാർക്സാണ്. ഒന്നും മിസ്സാവാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഏരിയ, സിമ്പിൾ അരിത്മെറ്റിക്. ഈവൻ കമ്പ്യൂട്ടറിൻ്റെ അതിനകത്ത് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല കറണ്ട് അഫേഴ്സ് ഉണ്ടെന്ന്, പക്ഷേ അവിടെയും കറണ്ട് അഫേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ബേസിക് മാത്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതിൻ്റെ ബേസിക് പഠിച്ചാൽ മതി. ഓക്കെ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, നമ്പർ ആൻഡ് ഇറ്റ്സ് ബേസിക് ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യ, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആൻഡ് മിക്സഡ് ഫ്രാക്ഷൻസ് ഉണ്ട്, അല്ലേ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള. പിന്നെ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അല്ലേ, ഈസി അല്ലേ, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അല്ലേ, പിന്നെ ടൈം ആൻഡ് വർക്ക് വരുന്നുണ്ട്, ആവറേജ്, ശരാശരി, പിന്നെ ലോസ് ഓഫ് എക്സ്പെണൻസ് വരുന്നുണ്ട്, പിന്നെ മെൻസുറേഷൻ വരുന്നുണ്ട്, അതായത് പെരിമീറ്റർ, ഏരിയ, വോള്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പ്രോഗ്രഷൻസ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് ഉണ്ട്, ജോമെട്രിക് പ്രോഗ്രഷൻസ് ഉണ്ട്, അവിടെ ഇക്വേഷൻസ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മെൻ്റൽ എബിലിറ്റിക്കകത്ത് സീരീസ് വരുന്നുണ്ട്, അല്ലേ. നെക്സ്റ്റ് സീരീസ് വരുന്ന ലാസ്റ്റ് സീരീസിൻ്റെ ആ നമ്പറിന് നമ്മൾ കണ്ടുപിടിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, പിന്നെ സ്ഥാനനിർണ്ണയ പൊസിഷൻ. നെക്സ്റ്റ് വേർഡ് അനാലജി, ആൽഫബറ്റ് അനാലജി, നമ്പർ അനാലജി, സമാനമായ ബന്ധങ്ങൾ, ഒരേപോലെയുള്ളത്. പിന്നെ ഓട്ട്മാൻ ഔട്ട്, ഒരുപോലെ അല്ലാത്ത സാധനം കണ്ടുപിടിക്കുക. പിന്നെ സംഖ്യാവലോക പ്രശ്നങ്ങൾ, പിന്നെ കോഡിങ് ആൻഡ് ഡീകോഡിങ്, പിന്നെ ഫാമിലി റിലേഷൻസ്. അത് കുറച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഫാമിലി റിലേഷൻസ് അത് കുറേ പ്രാക്ടീസ് ചെയ്തൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ സെൻസ് ഓഫ് ഡിറക്ഷൻ, ഒരാൾ നോർത്തിലേക്ക് പോയി, പിന്നെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു, പിന്നെ റൈറ്റിലേക്ക് പോയി, പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അപ്പോൾ ആളുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ, അല്ലെങ്കിൽ നിൽക്കുന്നത് തൊട്ട് തുടങ്ങിയിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്ര, സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് എത്ര, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ. ഡിസ്പ്ലേസ്മെൻറ്റ്. പിന്നെ ടൈം ആൻഡ് ആംഗിൾസ്, ക്ലോക്കിലെ സമയവും കോണളവും, ടൈം ആൻഡ് ആംഗിൾസ്. ദെൻ ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ. ഓക്കെ, അതിൻ്റെ മിറർ അത് വെച്ചിട്ട്. പിന്നെ കലണ്ടർ, ഡേറ്റ് ആൻഡ് കലണ്ടർ, ലീപ്പ് ഇയർ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പം ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ റിമൈൻഡർ 0 ആവുന്നത്, അല്ലെങ്കിൽ 4 ആവുന്നത്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ക്ലറിക്കൽ ശേഷി പരിശോധിക്കാനുള്ള ക്ലറിക്കൽ എബിലിറ്റി, മാത്തമാറ്റിക്കൽ. പിന്നെ ജനറൽ ഇംഗ്ലീഷ്, ഇതും നമുക്ക് ഫുൾ കിട്ടുന്നതാണ്. ഇംഗ്ലീഷ്, ബേസിക് ഇംഗ്ലീഷ്. ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല, ബിക്കോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ ഒത്തിരി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്, എഗ്രിമെൻറ്റ് ഓഫ് വേർബ് ആൻഡ് സബ്ജക്റ്റ്, അഡ്ജക്റ്റീവ്സ്, അഡ്വേർബ്സ് എന്താണ്, കമ്പാരിസൺ എന്താണ്, പിന്നെ അഡ്വേർബ്സ് ആൻഡ് പൊസിഷൻ ഓഫ് അഡ്വേർബ്സ്, പിന്നെ ആർട്ടിക്കിൾസ്, പിന്നെ പ്രിലിമിനറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സ്, ടാക്വിഷൻസ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ് ഉണ്ട്, പൊസിഷൻസ്, കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, എളുപ്പമാണ്, ആക്റ്റീവ് ആൻഡ് പാസീവ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ വൊക്കാബുലറി ഉണ്ട്, ഞാൻ പറയുന്നില്ല, ഇഡിയോംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ സ്പെല്ലിംഗ് ടെസ്റ്റ്, വേർഡ്സ് ഓഫ് കൺഫ്യൂസ്ഡ്, സിനോണിമസ് ആൻഡ് ആൻറ്റോണിംസ്, ഓപ്പോസിറ്റ്സ്, സെയിം മീനിങ് വരുന്നത്. പിന്നെ വേർഡ് ഫോർമേഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഓഫ് എ സെൻറ്റൻസ് ഇൻ ടു മലയാളം ഉണ്ട്.
പിന്നെ നമ്മുടെ മലയാളം റീജിയണൽ ലാംഗ്വേജ് ആണെങ്കിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതം, പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതുപോലെ കന്നഡയ്ക്കും തമിഴിനും ഒക്കെ ഉണ്ട്. ഇത് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതില്ലെന്ന് തോന്നുന്നത്. ഇത് മറ്റേ സമാസങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, ദ്വിത്വ സമാസം, സന്ധികളും അങ്ങനെയൊന്നും ഇല്ല. സോ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള മലയാളം കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ ഇത്രയാണ് നമ്മുടെ ഡീറ്റെയിൽ സിലബസ് എന്ന് പറയുന്നത്. അപ്പം ഓൾ ദി ബെസ്റ്റ്.